പഠിക്കാൻ പോകുന്നത് ഡബിളിങ് ദ ഏരിയ ആണ്, ഇരട്ടിപ്പരപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടീച്ചർ 2 സമചതുരങ്ങൾ, ഒരേ അളവുള്ള 2 സമചതുരങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ടീച്ചർ അളന്നെടുത്തപ്പോൾ ഈ സൈഡിൻ്റെ അളവെന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇത് 7 സെൻറ്റിമീറ്റർ, ഈ സൈഡ് 7 സെൻറ്റിമീറ്റർ. സമചതുരമാണല്ലോ. അപ്പം 7 7s are 49 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് ഈ ഒരു സമചതുരത്തിൻ്റെ ഏരിയ. സൈഡ് ഇൻറ്റു സൈഡ് ചെയ്യുമ്പോൾ 49 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതേ അളവ് തന്നെയുള്ള ഒരു സ്ക്വയറാണ് ഇതും. അപ്പോൾ ഇതും എന്ത് തന്നെ, ഇതിൻ്റെ ഏരിയയും 49 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പം അതായത് ഇതിൻ്റെ ഇരട്ടി, ഈ സമചതുരത്തിൻ്റെ ഇരട്ടി വലിപ്പമുള്ള സമചതുരം, ഇതിൻ്റെ ഇരട്ടി ഏരിയ വരുന്ന ഒരു സമചതുരം നമുക്ക് നിർമ്മിക്കണം. അതെങ്ങനെ നിർമ്മിക്കാം നോക്കാം. അപ്പോൾ എന്ത് ചെയ്തു ടീച്ചർ, ഇതിനെ എന്ത് ചെയ്തു, കോണോട് കോണായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ കോണോട് കോണായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 49 സെൻറ്റിമീറ്റർ സ്ക്വയറും ഇതിൻ്റെ ഏരിയ 49 സെൻറ്റിമീറ്റർ സ്ക്വയറും. നമുക്ക് നിർമ്മിക്കേണ്ടത് ഇതേ വലിപ്പത്തിലുള്ള ഒരു സമചതുരമാണ്, അതായത് സ്ക്വയറാണ് നിർമ്മിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം നോക്കിയേ, ഈ എഡ്ജസ് നമ്മൾ ഇങ്ങനെ ചേർത്ത് വെച്ചു, ഇതിങ്ങനെ ചേർത്ത് വെച്ചു, ഇത് ഇങ്ങനെ ചേർത്ത് വെച്ചു. നോക്ക്, നമുക്കപ്പോൾ സമചതുരം തന്നെ കിട്ടിയില്ലേ. അതിൻ്റെ ഇരട്ടി ഏരിയ ഉള്ള ഒരു സമചതുരം നമുക്ക് കിട്ടി, ഒരു സ്ക്വയർ നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് വികർണത്തിൻ്റെ നീളം. നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെയാണല്ലോ കട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു വശം, അതായത് ഈ സമചതുരത്തിൻ്റെ ഡയഗണൽസ്, ഡയഗണൽസിൻ്റെ ലെങ്ത് വശമാക്കി വരയ്ക്കുന്ന സമചതുരമായിരിക്കും എന്ത്, അതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത്. ഇത്രയുള്ള ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള കോൺസെപ്റ്റ്. വികർണം വശമാക്കി വരച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ ഇരട്ടി വലുപ്പമുള്ള ഒരു സമചതുരം നിർമ്മിക്കാനാവും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പാഠപുസ്തകത്തിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അതിന് മുന്നേ ഒന്നുകൂടെ ആ കോൺസെപ്റ്റ് എന്ന് പറയാം. നമ്മുടെ ആദ്യത്തെ സമചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 49 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി വലുപ്പം എന്ന് പറയുന്നത് 49 + 49 അല്ലേ. എത്ര വരും, 49 + 49 സെൻറ്റിമീറ്റർ സ്ക്വയർ. 49 98 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ നിങ്ങളോട് വരയ്ക്കാൻ ആവശ്യപ്പെട്ടാൽ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് ഓർത്ത് നോക്കിയേ. 49 നമ്മുടെ കയ്യിലില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൻ്റെ ഹാഫ് എടുക്കുക, 98ൻ്റെ പകുതി. 98ൻ്റെ പകുതി എത്രയാണ്, 98ൻ്റെ പകുതി എന്ന് പറയുന്നത് 49. ആ 48ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണോ അത് വശമാക്കി നമ്മളൊരു ചതുരം നിർമ്മിക്കുന്നു, ഒരു ചതുരം വരച്ചെടുക്കുന്നു. ആ ചതുരത്തിൻ്റെ വികർണം എന്താണോ ആ വികർണത്തെ ബേസ് ചെയ്ത് നമ്മളൊരു സ്ക്വയർ നിർമ്മിച്ചാൽ എന്ത് സംഭവിക്കും, അതിൻ്റെ ഇരട്ടി വലിപ്പമുള്ള ഒരു സ്ക്വയർ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ പാഠപുസ്തകത്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 152 ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. പേജ് നമ്പർ 152 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 32 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഒരു സമചതുരം, ഒരു സ്ക്വയർ വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 1 എന്താണ്, സ്റ്റെപ്പ് നമ്പർ 1 ആദ്യം ഇതിൻ്റെ ഹാഫ് കണ്ടുപിടിക്കുക. എന്താണ്, 32/2 അതായത് 16. ഇനി എന്താ വേണ്ടത്, നമ്മൾ 16ൻ്റെ സ്ക്വയർ റൂട്ട്, 16ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്, 4. 4 4s are 16. അപ്പം 4 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം നമ്മൾ നിർമ്മിക്കുന്നു. സ്കെയിലെടുത്ത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 4 സെൻറ്റിമീറ്റർ വശമുള്ള, ഞാൻ സ്കെയിലെടുത്തില്ല, 4 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം നിർമ്മിക്കുക. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഈ വികർണത്തിൻ്റെ നീളം അടയാളപ്പെടുത്തുക. ആ വികർണം കണക്കാക്കി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു സ്ക്വയർ നിർമ്മിച്ചാൽ ആ സ്ക്വയർ ആയിരിക്കും എന്ത്, നമുക്ക് തന്നിരിക്കുന്ന 32 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള ഒരു സമചതുരം നിർമ്മിക്കുന്നത്. അങ്ങനെയാണ്, മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ നിർമ്മിക്കാനാണ്. ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 50ൻ്റെ ഹാഫ്, ഫസ്റ്റ് സ്റ്റെപ്പ് 50ൻ്റെ ഹാഫ് എടുത്തു. 50ൻ്റെ ഹാഫ് എത്രയാണ്, 25. 25 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് 50ൻ്റെ പകുതി. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നു. എത്രയാണ്, വശങ്ങൾ 5 വരെ, 5 × 5 ആണല്ലോ. അപ്പോൾ 5 × 5 വശമാക്കിക്കൊണ്ടുള്ള ഒരു ചതുരം നമ്മൾ നിർമ്മിക്കുക. 5 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയും. നിങ്ങൾ പ്രൊട്രാക്ടറും
മറ്റേ മട്ടകോണോ അല്ലെങ്കിൽ സെറ്റ് സ്ക്വയറോ ഒക്കെ ഉപയോഗിച്ച് വേണം കറക്റ്റ് നമ്മൾ 5 സെൻറ്റിമീറ്റർ അളന്ന് കുത്തനെ മുകളിലേക്ക് മട്ടകോണായിരിക്കണം 4 മൂലകളും, അതായത് റൈറ്റ് ആംഗിൾ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് വെച്ചിട്ട് ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ എന്ത് ചെയ്ത് വശമുള്ള ഒരു സമചതുരം വരച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇതിൻ്റെ വികരണത്തിന് നീളം നമ്മൾ കണക്കാക്കുക. നിങ്ങൾക്ക് ഈ ചതുരത്തിൽ തന്നെയാണ് ചിത്രം വേണ്ടതെങ്കിൽ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ ലെങ്ത്ത് എന്താണ് കോമ്പസിൽ അളന്നെടുക്കുക കേട്ടോ. ഈ ലെങ്ത്ത് എത്രയാണോ അത് നമ്മൾ കോമ്പസിൽ അളവെടുത്ത് ഇവിടെ ഒരു മാർക്കിംഗ് നടത്തി അത് തമ്മിൽ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ 90 ഡിഗ്രി കണക്കാക്കി എന്ത് ചെയ്യുക, ഇവിടുന്ന് ഈ 5 സെൻറ്റിമീറ്റർ നീളം ഓൾ സൈഡ്സ് ഈക്വൽ ആയിരിക്കണമല്ലോ, ഈ നീളം തന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നു, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നു. ആ മാർക്കിങ്ങിൽ നിന്ന് നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചാൽ എന്തായി, നമുക്ക് വേണ്ട സ്ക്വയറായി. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് വേണമെങ്കിൽ ഇതിനൊന്ന് ഭംഗിയായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇത് ഈ ചിത്രത്തിൽ തന്നെ കൂട്ടി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മളെങ്ങനെ വരച്ചാൽ മതി. നമ്മൾ ഇത് കുറച്ച് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക കേട്ടോ. ഇത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ വികരണത്തിൻ്റെ നീളം എത്രയാണെന്ന് നമ്മൾ നോക്കുക. ഈ വികരണത്തിൻ്റെ നീളം ആ ചതുരത്തിൽ തന്നെ വേണ്ട എങ്കിൽ ഈ വികരണത്തിൻ്റെ നീളം എടുത്ത് നമ്മൾ വേറെ ഒരു സ്ഥലത്ത് വേറെ എവിടെയെങ്കിലും നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് താഴേക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് വരയ്ക്കാം. കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കണം. ടീച്ചർ സെറ്റ് സ്ക്വയർ ഒന്നും എടുത്തില്ല, നിങ്ങൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് കറക്റ്റാക്കി എടുത്തിട്ട് വരച്ചാൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് ആ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് വേണ്ട സ്ക്വയർ കിട്ടും കേട്ടോ. അതായത് ഇതിൻ്റെ നേരെ ഇരട്ടി ഏരിയ ഉള്ള ചതുരമാണ് ഈ കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? ഇതിനെ ഷെയ്ഡ് ചെയ്തെടുത്ത് പ്രത്യേകമായിട്ട് വേറെ വേണമെങ്കിൽ കുറച്ച് മാറ്റിയൊക്കെ വരയ്ക്കാം കേട്ടോ. അതേ തന്നെ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതേ വരയ്ക്കുന്നതിന് കാരണം എന്താ, നമ്മളുടെ ആ ചതുരത്തിൽ നിന്ന് തന്നെ നമുക്ക് ഡയഗണൽ കിട്ടി, ആ ഡയഗണലിനെ കൂട്ടി നമ്മളങ്ങ് വരച്ചു എന്ന് മാത്രം കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 12.5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അതിൻ്റെ ഹാഫ് 12.5ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 6.25 അല്ലേ. 6.25ന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണ്ടേ. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്ത് ചെയ്യണം, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. 6.25ൻ്റെ പോയിൻ്റ് മാറ്റി 625/100 എന്ന് നമ്മൾ എഴുതുന്നു. അതിൻ്റെ സ്ക്വയർ റൂട്ട് 625 ആരുടെ സ്ക്വയർ റൂട്ടാണ്, നിങ്ങൾ കുറേയൊക്കെ കാണാതെ പഠിക്കണം, അല്ലെങ്കിൽ ചെയ്ത് നോക്കുക. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 25 ആൻസർ കിട്ടും. 25/100ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 10 ആണ്. സോ ആൻസർ ഈസ് 2.5 അല്ലേ. അപ്പോൾ 2.5 ലെങ്ത്തുള്ള ഒരു സ്ക്വയർ നമ്മൾ ആദ്യം വരയ്ക്കണം. 2.5 എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ്. കറക്റ്റ് 2.5 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ ചിത്രം വരച്ചു. കറക്റ്റായിട്ട് നിങ്ങൾ അളന്നെടുത്ത് വരയ്ക്കണം കേട്ടോ. ടീച്ചർ ഇപ്പോൾ വെറുതെ കൈകൊണ്ട് വരച്ച് കാണിക്കുന്നു എന്ന് മാത്രം. ഇതാണ് 2.5. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 2.5ൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്തും മെഷർ ചെയ്തെടുക്കുക. അതേ തന്നെ വരയ്ക്കേണ്ട കേട്ടോ, വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വരയ്ക്കാം. എന്ത് ചെയ്താൽ മതി, ഈ ഡയഗണലിൻ്റെ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യുന്നു. ഇങ്ങനെ കോമ്പസിൽ ഈ ഡയഗണലിൻ്റെ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു മാർഗമുണ്ട്, കോമ്പസ് കൊണ്ട് തന്നെ നമുക്ക് കൺസ്ട്രക്ഷൻ നടത്താം. ഇത് കുറച്ച് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് ഈ ഡയഗണലിൻ്റെ ലെങ്ത്ത് നമ്മൾ ഇവിടുന്ന് മെഷർ ചെയ്ത് നോക്കുന്നു. കണ്ടോ. അപ്പോൾ ഇവിടുന്ന് ഈ റേഡിയസ് സെയിം ആയി, ഈ നീളം തന്നെ ആയിരിക്കുമല്ലോ ഈ നീളവും. അപ്പോൾ ഈ ലെങ്ത്ത് കണക്കാക്കി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളൊരു സ്ക്വയർ വരച്ചാൽ മതിയാവും. ഈ ലെങ്ത്ത് നമുക്ക് അവിടെ കിട്ടി, ലെങ്ത്ത് അവിടെയും കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തു. ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് 10ാം ക്ലാസ്സിലേക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത്ര ഇതായിട്ടൊന്നും വരയ്ക്കേണ്ട, മുമ്പ് ഫസ്റ്റ് ചെയ്തപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഇനി മനസ്സിലാകാൻ മേലാതെയൊക്കെ വരുന്നുണ്ടോ, എനിക്ക് ടീച്ചർക്കൊരു ഡൗട്ട്. അതിൽ തന്നെ വരച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ മതിയാവും. അപ്പോൾ അതിൻ്റെ ഇരട്ടി പരപ്പളവുള്ള ഒരു സ്ക്വയർ നമുക്ക് കിട്ടും.
ഓക്കെ, എന്നിട്ട് ഇത് ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്കിപ്പോൾ ഏതാ എളുപ്പമായിട്ട് തോന്നുന്നത്, ഡയഗണലിൽ നിന്ന് തന്നെ വരയ്ക്കുന്നത് അല്ലേ? അങ്ങനെ ടീച്ചർ മൂന്നാമത്തെ അങ്ങനെ തന്നെ നാലാമത്തെ അങ്ങനെ തന്നെ വരച്ച് കാണിക്കാം. ഫോർത്ത് വൺ എന്ന് പറയുന്നത് 24.5 കേട്ടോ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 24 1/2 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് എടുക്കണമല്ലോ. 24ൻ്റെ ഹാഫ് 12, അരയുടെ പകുതി കാൽഭാഗം. കാലിന് നമ്മൾ 0.25 എന്ന് പറയാമല്ലോ. 12.25ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണമല്ലോ. 12.25ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1225/100. ഇനി ടീച്ചർ നമ്മുടെ പാഠപുസ്തകത്തിൽ ഇല്ലാത്തൊരു കാര്യം ഇപ്പോൾ ഒന്ന് പറഞ്ഞു പോകാം. 5-ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗമുണ്ട് കേട്ടോ. അതായത് ഈ 12 എന്ന് പറയുന്നത് അടുത്തടുത്ത് ഏതൊക്കെ രണ്ട് സംഖ്യ ഗുണിക്കുമ്പോൾ കിട്ടുന്നതെന്ന് നോക്കുക. 3 4s അല്ലേ, 3 4s 12. അപ്പം ആ 3 നമ്മളിവിടെ എഴുതുന്നു. ഇനി 25ൻ്റെ സ്ക്വയർ റൂട്ട് അറിയാമല്ലോ 5. ശരിക്കും 35ൻ്റെ സ്ക്വയറാണ് 1225. അല്ലെങ്കിൽ നിങ്ങൾ കാണാതെ പഠിച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ ചെയ്ത് നോക്കുക. ഇങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇന്നലെ പഠിപ്പിച്ച് മറന്നുപോയി, ഒന്ന് കാണിച്ചേക്കാം ഞാൻ. 5 7 9 10 5 കൊണ്ടേ പറ്റുള്ളൂ. അപ്പം 2 വരും, 22ൽ 4 വരും, 12-നകത്ത് 2, റിമൈൻഡർ 2, 22ൽ 4 ടൈംസ്, ദെൻ 25ൽ 5 ടൈംസ്. വീണ്ടും നമ്മൾ 5 കൊണ്ട് ചെയ്യുന്നു. 5 കൊണ്ട് ചെയ്യുമ്പോൾ 4 വരും, 45ൽ 9 വരും, വീണ്ടും 7 കൊണ്ട് ചെയ്തു, 7 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞല്ലോ 2 പേരുള്ളപ്പോൾ നമുക്ക് റൂട്ടിനകത്തുനിന്ന് പുറത്ത് വരും. ആൻസർ ഈസ് 5 × 2 7 വന്നപ്പോൾ ഒരു 7 എടുത്തു. 7 5 35 കണ്ടോ, 35 എന്നുള്ള ആൻസർ തന്നെ വന്നു. അപ്പം എന്താണ് 12.25 ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എത്ര ഡിജിറ്റ് മാറ്റി കുത്തിരണം പുറകിലേക്ക്. 10ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 35/10. അപ്പോൾ ആൻസർ ഈസ് 3.5. അപ്പോൾ 3.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള 3.5 സെൻറ്റിമീറ്റർ നീളമാണ് നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്ന ചതുരത്തിന് വേണ്ടത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 3.5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു സ്ക്വയർ വരയ്ക്കുന്നു. 3.5 കേട്ടോ, 3.5 നീളത്തിൽ നമ്മൾ താഴേക്കും മുകളിലേക്കും എല്ലാം വരച്ച് സ്ക്വയർ വരയ്ക്കുക. ടീച്ചർ വെറുതെ വരയ്ക്കുകയാണ്, നിങ്ങൾ കറക്റ്റായിട്ട് അളവെടുത്ത് വരച്ചോളേ. ടീച്ചർ കറക്റ്റ് 3.5 ഈ സ്കെയിലിൽ വരച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണത്തില്ല, എനിക്ക് വളരെ ചെറുതായി പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെറുതെ വരച്ചത്. എന്നിട്ട് ഇതിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് നമ്മൾ എടുക്കുന്നു. ആ ഡയഗണലിൻ്റെ ലെങ്ത് കണക്കാക്കി നമ്മൾ എന്ത് ചെയ്യുക, എളുപ്പം മറ്റൊരു സ്ക്വയർ കൂടെ വരയ്ക്കുക. അതായി ഇങ്ങനെ എടുത്തു, ഇവിടുത്തെ അളവ് കറക്റ്റാക്കി എടുത്തു. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രി എടുത്ത് വേണം വരയ്ക്കാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോകും കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് ടീച്ചർ വരയ്ക്കുന്ന പോലെ അല്ല വരയ്ക്കേണ്ടത്, നിങ്ങൾ 90 ഡിഗ്രി കറക്റ്റാക്കി കണക്കാക്കി എടുത്തിട്ട് വേണം വരയ്ക്കാൻ. ഇവിടുന്ന് മാർക്കിങ് നടത്തുക. അപ്പോൾ ഇച്ചിരി ചെരിഞ്ഞ് വരും കേട്ടോ ടീച്ചറുടെ, ഇതിലേക്കൂടെ വരണം. ഓക്കെ, നന്നായിട്ടൊന്ന് വരച്ചേക്കാം. എന്നിട്ട് ഇത് ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 3.5 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെ ഇരട്ടി അളവ് ഏരിയ ഉള്ള ഒരു സ്ക്വയറാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം, 24 1/2 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സമചതുരമാണ് നമ്മളിവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറുടെ അടുത്ത് കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി, ടീച്ചർ അതിൻ്റെ ആൻസർ പറഞ്ഞു തരാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. പിന്നെ ഇത് നന്നായിട്ട് 2-3 പ്രാവശ്യം ചെയ്തും കൂടി നോക്കണം. ഓക്കെ.